മിക്ക നീ പെയിൻസും അല്ലെങ്കിൽ നീ റീപ്ലേസ്മെന്റും നടക്കുന്നത് നിങ്ങളെ തന്നെ കുഴപ്പം കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ബോഡി സിഗ്നൽ തന്നിട്ടുണ്ട്, അത് തള്ളിക്കളയുന്നത് പെയിൻ കില്ലറിന്റെ ആ എഫക്റ്റ് കൊണ്ടൊക്കെയാണ് ഈ സംഗതികൾ നടക്കുന്നത്. മിക്കപ്പോഴും ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4 എന്നൊക്കെ പറഞ്ഞിട്ട് പല ഡോക്ടേഴ്സും ഞങ്ങളുടെ അടുത്ത് കമന്റ് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ പറഞ്ഞ് ആ സ്റ്റേജിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവണം ദാറ്റ് സ്ട്രെങ്തനിങ് ചെയ്യ്, നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക, വെയിറ്റ് കുറയ്ക്കി എന്നൊക്കെ പറഞ്ഞാലും പെയിൻ കില്ലറിന്റെ എഫക്റ്റ് കൊണ്ട് എനിക്ക് എല്ലാം മാറി ബാക്ക് ടു ആക്ഷൻ എന്നുള്ള ആസ്പെക്റ്റിൽ നടക്കണോണ്ട് തന്നെയാണ് നീ പെയിനും നീ റീപ്ലേസ്മെന്റും ഓസ്റ്റിയോ ആർത്രൈറ്റിസും കുറക്കെ വരുന്നത്. എല്ലാം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ മിക്കവാറും 99% വരുന്നത് അങ്ങനെ തന്നെയാണ്. ഇത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ സർജറിയിലോട്ട് പോവാതെ നമ്മളെ ഹെൽത്തി ആയിട്ട് വെക്കാൻ വളരെ ഹെൽപ്ഫുൾ ആണ് ഇഫ് ഇതൊന്ന് ബ്രെയിനിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ. ചിലവരുടെ മീഡിയൽ ആസ്പെക്ട്, നീന്റെ ഉൾഭാഗത്ത് പെയിൻ വരുന്നത് ആയിരിക്കും ലേഡീസിനായാലും ജെന്റ്സിനായാലും ആദ്യത്തെ സൈൻ വരാം. അത് കഴിഞ്ഞിട്ട് മുട്ടിന്റെ പിൻഭാഗത്തായിരിക്കും, അല്ലെങ്കിൽ മുട്ട് മൊത്തത്തിൽ നിവർത്താൻ പറ്റുന്നില്ല. ഇതൊക്കെ ആയിരിക്കും സൈനുകൾ തരാം ബോഡി.